എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ കാസർഗോഡുകാർക്ക് മാത്രമായിട്ട് ഒരു പൂരോത്സവമുണ്ട്. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെ കൊണ്ടാടുന്ന ഒരു ഉത്സവം, ഉത്തര മലബാറുകാരുടെ സ്വന്തം വസന്തോത്സവം. ആ വസന്തോത്സവമായ പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുള്ള വീടുകളിലും അതേപോലെ ദേവീക്ഷേത്രങ്ങളിലുമാണ് പ്രധാനമായിട്ട് മീനമാസത്തിലെ പൂരം ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചടങ്ങുകളും ഐതിഹ്യമൊക്കെ എന്താണെന്നറിയാം. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞ പോലെ 9 ദിവസങ്ങളിലായിട്ടാണ് പൂവിടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്രാവശ്യം 7 ദിവസമാണ് പൂവിട്ടത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി പൂവിടുന്ന കുട്ടി, നമ്മൾ അതിന് പൂരക്കുഞ്ഞി എന്നാണ് പറയുക. അപ്പോൾ ഹനിയാണ് ഞങ്ങളുടെ പൂരക്കുഞ്ഞി. അപ്പോൾ ഹനീനെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഇതേ ഞങ്ങൾ പൂവിടാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ പൂക്കളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന്, സാധാരണയായിട്ട് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട കടലാസ് പൂ, ബോഗൻവില്ലേ, ചെമ്പകവും പിന്നെ ജടപ്പൂ അല്ലെങ്കിൽ നരയൻപൂ എന്നറിയപ്പെടുന്ന നമ്മൾ പാറേൻ്റെ അടുത്ത് നിന്നൊക്കെ ശേഖരിക്കുന്ന ഒരു പൂവും വെച്ചിട്ടാണ് പൂവിടുന്നത്. നമ്മൾ ഈ 9 ദിവസങ്ങളിൽ 8 ദിവസം പൂവിട്ടിട്ട് 8ാമത്തെ ദിവസം രാത്രി പൂവ് കൊണ്ട് കാമദേവൻ്റെ രൂപമുണ്ടാക്കി 9ാമത്തെ ദിവസം കാമദേവന് ഭക്ഷണവും കൊടുത്ത് രാത്രി അടയും ഉണ്ടാക്കി നിവേദിച്ച് പറഞ്ഞയക്കുന്ന ചടങ്ങാണ് സാധാരണയായിട്ട് പൂരം ഉത്സവത്തിൽ നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പൂവിന് പകരമായിട്ട് മണ്ണ് കൊണ്ടും ചാണകം കൊണ്ടും കാമന ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെയാണ് പൂവിടുന്നത്. ഒരു പലകയിൽ പൂവിടും, വിളക്ക് കത്തിച്ച് വെച്ച് കിണ്ടി വെച്ച് പിന്നെ മുണ്ടും അരിയും തളികയിൽ വെച്ചിട്ട്, അതേപോലെ ഇപ്പം ഞാൻ 3 ആലിലയിൽ ഭസ്മം വെച്ചത് കണ്ടില്ലേ. അപ്പോൾ നാട്ടിലാണെങ്കിൽ അത് കാഞ്ഞിരത്തിൻ്റെ ഇലയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ കാഞ്ഞിരത്തിൻ്റെ ഇല അവൈലബിൾ അല്ലാത്തത് കാരണം അങ്ങനെ ഞാൻ ആലിൻ്റെ ഇല എടുക്കുക ചെയ്തത്, അരയാലിൻ്റെ. പിന്നെ ഒരു ചിരട്ടയിൽ നാട്ടിലാണെങ്കിൽ തുമ്പക്കഴുത്തും അതിന് മുകളിൽ കന്നലും ഇട്ട് വയ്ക്കും. അപ്പം നമ്മൾ നെഗറ്റീവ് എനർജീനെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ തുമ്പ അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ കുന്തിരിക്കം കത്തിച്ച് വെക്കുക ചെയ്തത്. അങ്ങനെ പൂവിട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിലെ മുതിർന്ന അംഗം 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ കയ്യിൽ പൂ വാരിക്കൊടുത്ത് 3ാമത്തെ പ്രാവശ്യം പൂവിടുന്ന പലകയ്ക്കും വിളക്കിനും 3 പ്രാവശ്യം വലം വെച്ച് തൊഴുത് പൂവിന് വെള്ളം കൊടുത്ത് 3 പ്രാവശ്യം കൂവിയാണ് ഒരു ദിവസത്തെ പൂവിടൽ സമാപിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് വെള്ളം തൊട്, എന്നിട്ട് 3 പ്രാവശ്യം. ഇനി ഒന്നും കൂടി 1 2 ഒന്നും കൂടി 3, ഇനി 1 പ്രാവശ്യം കൂടി 3. ഞാൻ അവിടെ വെക്ക്, ഇല്ല ഇവിടെ കുത്തി വെക്ക്. എന്നിട്ട് അവിടെ നിന്നിട്ട് കൂ 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 പറഞ്ഞ് 3 പ്രാവശ്യം കൂവണം. പാപ്പൂഞ്ചെല്ല് എന്നിട്ട് അങ്ങനെ കൂവണേ. കൂവ് ഇങ്ങനെ 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 വെച്ചിട്ട് കൂ. ഇനി വൈകിട്ട് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് പൂവിന് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 3 പ്രാവശ്യം വെള്ളം കൊടുത്തിട്ട് തൊഴുത് ഇതേപോലെ കൂവി ആ ദിവസത്തെ പൂ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മൾ ഇപ്പോൾ 9 ദിവസമാണ് പൂടുന്നെങ്കിൽ 8 ദിവസം ഇത് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യും. ഇപ്പോൾ ഞാൻ 7 ദിവസം ഇടുന്നത് കൊണ്ട് തന്നെ 6 ദിവസം ഇതേപോലെ ചെയ്തിട്ട് 6ാമത്തെ ദിവസം രാത്രി നമ്മൾ ഈ പൂക്കളും പിന്നെ പുതിയതായിട്ട് ശേഖരിക്കുന്ന ഫ്രഷ് പൂക്കളും ഉപയോഗിച്ചിട്ട് കാമന ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് പൂജാമുറിയിലും പിന്നെ നാട്ടിലാണെങ്കിൽ കിണറിൻ്റെ സൈഡിലും കൂടി പൂവിടും. ഇപ്പോൾ എനിക്കത് പോസിബിൾ അല്ലാത്ത കാരണം ഞങ്ങളിവിടെ പൂജാമുറിയിൽ മാത്രമാണ് പൂവിടുന്നത്. അങ്ങനെയാണ് ഒരു ദിവസത്തെ പൂവിടൽ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് തന്നെ അടുത്ത ദിവസത്തേക്കുള്ള പൂ ശേഖരിച്ച് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ സെയിം നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പൂവിന് വെള്ളം കൊടുത്ത് തൊഴുത് പൂവൊക്കെ സൈഡിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ വിളക്കും കെടുത്തിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ആദ്യ ദിവസം ചെയ്ത പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി നമുക്ക് ഈ പൂരോത്സവത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോവാം. ഇത് 2ാമത്തെ ദിവസത്തെ പൂവിടലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ ദിവസം ഇവിടെ
ശ്രീരാമനവമിയായിരുന്നു, അഷ്ടമിയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ കന്യാപൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഹനി. അപ്പോൾ അത് കാരണം ഞങ്ങൾ സാധാരണയായിട്ട് രാവിലെയാണ് പൂവിടുന്നത്. കന്യാപൂജയ്ക്ക് പോയ കാരണം ഇത്തിരി വൈകി. അതുകൊണ്ടാണ് ഹനിയുടെ കാലിൽ അൽത്തയൊക്കെ ഇരിക്കുന്നത്. കന്യാപൂജയ്ക്ക് പോയി അവർ അൽത്തയൊക്കെ വരച്ച് ദേവിയായി സങ്കല്പിച്ച് പൂജിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പൂവിടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കിനി ഐതിഹ്യം പറയാം. അപ്പോൾ പാർവതി ദേവി പരമശിവനെ വിവാഹം ചെയ്യണം എന്നുള്ള കഠിനമായ ആഗ്രഹമായിട്ടിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് പാർവതിയിൽ ശിവനെ അനുരക്തനാക്കാൻ വേണ്ടിയിട്ട് പാർവതി കാമദേവനെ സമീപിച്ചു. പക്ഷേ സതീദേവിയെ നഷ്ടപ്പെട്ട വിരഹദുഃഖത്തിലിരിക്കുകയായിരുന്ന ശിവൻ പാർവതിയുടെ പ്രണയം സ്വീകരിച്ചില്ല. അപ്പോൾ പാർവതിയിൽ ശിവന് പ്രണയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം കാമദേവൻ ശിവന് നേരെ പുഷ്പബാണം അയച്ചു. ഇപ്പോൾ നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം കാമദേവനാണല്ലോ പ്രണയത്തിൻ്റെ ദേവൻ. അദ്ദേഹം പുഷ്പബാണം അയക്കുമ്പോഴാണ് ഒരാളിൽ പ്രണയം ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ശിവനിൽ പുഷ്പബാണം അയച്ചപ്പം ശിവൻ ദേഷ്യപ്പെടുകയും തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു. പക്ഷേ കാമദേവൻ്റെ പുഷ്പബാണം ഏറ്റ കാരണം ശിവൻ പാർവതി ദേവിയിൽ അനുരക്തനാവുകയും പാർവതി ദേവിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. പക്ഷേ കാമദേവൻ മരിച്ചു പോയല്ലോ ശിവൻ്റെ തൃക്കണ്ണ് തുറന്ന കാരണം. അങ്ങനെ രതിദേവി വന്ന് കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവിയോടും മറ്റ് ദേവഗണങ്ങളോടും അപേക്ഷിക്കുകയും ദേവന്മാരെല്ലാവരും ചേർന്ന് കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പരമശിവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം കാമദേവനില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പ്രണയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൽ പ്രണയം നിലനിർത്താൻ വേണ്ടിയും ജീവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയും എല്ലാവരും ചേർന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞതാണ്, മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെ പെൺകുട്ടികൾ പൂക്കളും കൊണ്ട് കാമദേവൻ്റെ രൂപം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ദിവസങ്ങളിൽ കാമദേവനെ രൂപമുണ്ടാക്കി ആരാധിച്ച് കാമദേവൻ്റെ രൂപമുണ്ടാക്കി കഴിയുമ്പോൾ 9ാമത്തെ ദിവസം ശിവഭഗവാൻ അദ്ദേഹത്തിന് ജീവൻ കൊടുക്കും, അതായത് കാമദേവനെ പുനരുജ്ജീവിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടിയിട്ട് ദേവലോകത്ത് ദേവസ്ത്രീകളും അപ്സരസുകളും കാമദേവനെ 8 ദിവസം പൂവിട്ട് ആരാധിക്കുകയും 8ാം നാൾ കാമദേവൻ്റെ രൂപമുണ്ടാക്കി 9ാം നാൾ ശിവൻ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത്. ഞങ്ങൾ പൂ പറിക്കാൻ പോയിട്ട് വരികയാണ്. ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും പൂടുന്നതിൻ്റെ തലേ ദിവസം വൈകിട്ട് ഇതേപോലെ പൂ ശേഖരിക്കും. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒരു കടലാസ് പൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സമ്മർ ശരിക്കും തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇപ്പം നല്ല ചൂടാവുമ്പോഴല്ലേ ചെമ്പകപ്പൂവൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ചെമ്പകത്തിൻ്റെ മരമൊക്കെ ഉണ്ട്, പക്ഷേ പൂവൊന്നും പിടിച്ചില്ല. ഇപ്പോൾ ആകെ കൂടി ഈ ബോഗൻവില്ല മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് പറിച്ചുകൊണ്ട് വന്നു. മുരിക്കും പൂവും എരിക്കും പൂവും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പൂവിടാൻ വേണ്ടിയിട്ട്. അതേപോലെ എരിക്കും പൂ ഒരു പ്രധാനപ്പെട്ട പൂവാണ്. ഇപ്പോൾ നമ്മൾ കാമന ഉണ്ടാക്കുമ്പോൾ കാമന മാലയും വളയും അരഞ്ഞാണവും പൂണൂലും ഒക്കെ ഉണ്ടാക്കുന്നത് എരിക്കും പൂ വെച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല. ഇതിപ്പോൾ നമ്മൾ 6ാമത്തെ ദിവസത്തെ പൂവിടലാണ്. അതായത് ശരിക്കും കണക്ക് പ്രകാരം പൂരത്തിൻ്റെ 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും കൂടി പൂവിട്ടിട്ട് ഇന്ന് വൈകിട്ടാണ് നമ്മൾ കാമദേവനെ ഈ പൂക്കളൊക്കെ ഉപയോഗിച്ച് കാമദേവനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുകൂടാണ്ട് ഈ കുറച്ച് പുതിയ പൂക്കളും കൂടി പറിച്ചിട്ട് അതും കൂടി ചേർത്ത് വെച്ച് നമ്മൾ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച്, അതായത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഭഗവാന്റെ രൂപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അവരവരുടെ ആർട്ടിസ്റ്റിക് സ്കില്ലൊക്കെ അനുസരിച്ചിട്ടാണ് കാമദേവനെ ഉണ്ടാക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലയിടങ്ങളിൽ മണ്ണ് കുഴച്ചും ചാണകം കുഴച്ചൊക്കെയും കാമന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ആചാരപരമായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ചന്ദ്രഗിരി പുഴയ്ക്ക് ഇപ്പുറത്തും വളപട്ടണം പാലത്തിനപ്പുറത്തുമുള്ള സ്ഥലത്താണ്, മലബാറിൻ്റെ ആ ഭാഗത്താണ് കൂടുതലായിട്ടും ഈ പൂരം, മീനമാസത്തിലെ പൂരം ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് കാമന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൂ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളവും കൂടി പൂ ശേഖരിക്കാൻ പോകണം. ഞങ്ങളങ്ങനെ 2-3 സ്ഥലത്ത് പോയി. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൂ കിട്ടിയത്. അപ്പോൾ ഈ ബോഗൻവില്ല ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വൈകുന്നേരം മൂന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മൂന്നത്തിനെയും കൊണ്ട് ഒരു മാർക്കറ്റിൻ്റെ അടുത്ത് ഇത്തിരി കൂടുതൽ ബോഗൻവില്ല ഉള്ള സ്ഥലത്ത് പോയി വന്നപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് അശോക ചക്കിയും കിട്ടി. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ശേഖരിച്ച് തിരിച്ചു വന്നു. വൈകിട്ട്
ഇട്ട പൂവിന് വെള്ളം കൊടുത്ത് ഇനി ഈ പൂവും ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന പൂക്കളും വെച്ചിട്ട് കാമന ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാമന വെള്ളം കൊടുത്ത് പിറ്റേ ദിവസം പൂരക്കഞ്ഞിയും അടയൊക്കെ നിവേദിച്ച് കാമനെ യാത്രയാക്കുന്നത്. ഇപ്പോൾ പറിച്ചു കൊണ്ടുവന്ന പൂവൊക്കെ ഞങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ ഹനിയുടെ ഒരു ഫ്രണ്ട് ഒരു കുഞ്ഞും കൂടി വരാ പറഞ്ഞിട്ടുണ്ട്. എന്താ ഹനി? ഇത് പിച്ച് വന്നില്ല, ഇത് ഈ ബ്ലാക്സ് ആണ് നല്ലോണം കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാമന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൂവൊക്കെ അത് റെഡിയാക്കി വെച്ച്. ഇപ്പോൾ ആ റെഡ് കളറിൽ കാണുന്നത് മുരിക്കും പൂ പോലെ ഇരിക്കുന്ന വേറൊരു പൂവാണ്. ഇപ്പോൾ മുരിക്കും പൂ കിട്ടിയില്ല. പിന്നെ ഒരു കുഞ്ഞു കുറച്ച് ഇത്തിരി ചെമ്പകം കിട്ടി. പിന്നെ ഞാൻ ഇത്തിരി പൂ വാങ്ങിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാം സെയിം കളർ ബോഗൻവില്ല ആകുമ്പോൾ നമ്മൾ കാമന ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു സ്വന്തമായിട്ടൊരു സംതൃപ്തി വേണ്ടേ. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാത്തതാണ്. പിന്നെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളിത് കാമന ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ പൂ ഇടുന്നതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂ ഇടേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ്. അതുപോലെ കാമന ഉണ്ടാക്കേണ്ടതും കിഴക്കോട്ട് തിരിച്ചിട്ടാണ്. കാമൻ്റെ തല വരേണ്ടത് കിഴക്ക് ഭാഗത്താണ്. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പൂ ഇടുന്നത്. അതല്ല കുറച്ച് താഴോട്ട് കൈയൊക്കെ ഉണ്ട്, എൻ്റെ പോലെ കുറച്ചും കൂടി ഡിറക്ഷൻ. ഇങ്ങനെ നമ്മൾ വെള്ളം കൊടുക്കാൻ ഒരു സെക്കൻഡ് ഹനി. കുഞ്ഞിക്കാമൻ ഒരു മിനിറ്റ് നിൽക്കുകണ്ട, വെള്ളം വെയിറ്റ്. അങ്ങനെ ഞങ്ങളുടെ കാമദേവൻ റെഡി ആയിട്ടുണ്ട്. 8 മണിക്ക് തുടങ്ങി 11 മണിയായപ്പോഴാണ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. കാമദേവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഈ വീഡിയോ കുറേ ലെങ്തി ആയി പോവും. അപ്പോൾ എന്തായാലും കാമദേവൻ ഉണ്ടാക്കി. ചിലരൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കും. എനിക്ക് അത്രയും ആർട്ടിസ്റ്റിക് സ്കില്ല ഇല്ലാത്ത കാരണം കുറച്ച് സമയമെടുത്തു. ഇനി നമ്മൾ കാമന് വെള്ളവും കൊടുത്ത് അടച്ചിട്ട് പോവാണ്. വെള്ളം കൊടുത്തു ഇനി അതിന് കുത്തി വെച്ചോ, എന്നിട്ട് തൊട്ട് തൊഴുതോ. മെല്ലെ തൊട്ടാൽ മതി കേട്ടാ, കാലിൻ്റെ അവിടെ. പതുക്കെ തൊടു. ആറാംസെ എൻ്റെ ഭംഗി കളയരുത് കാമൻ്റെ. ഒന്നും കൂടി. ബസ്. ഇനി രാവിലെ വന്ന് ഭക്ഷണം കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡോറും അടച്ചങ്ങ് പോവാം. ഉറങ്ങട്ടെ പറ്റി. ഈ ഡോറും അടച്ചിട്ട് ഭഗവാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്ത് നമ്മൾ പോവാണ്. രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലെ പൂവിട്ട് കാമന് പൂരക്കഞ്ഞിയും കൊടുത്തിട്ട് ആണ് ഞങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി കുളിച്ച് കാമന് വേണ്ടിയിട്ടുള്ള പൂരക്കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ കാമന് വേണ്ടിയിട്ടുള്ള പൂരക്കഞ്ഞി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പും പഞ്ചസാരയും ഒന്നും ഇടാണ്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് പടച്ചോറൊക്കെ കിട്ടില്ലേ, അതേപോലെ വെറും പ്ലെയിൻ ആയിട്ടുള്ള പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെടുത്ത് കാമനുള്ള പൂരക്കഞ്ഞി എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതിനകത്ത് നമ്മൾ ശർക്കരയും ഇത്തിരി തേങ്ങയും കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് വേണ്ടിയുള്ള പൂരക്കഞ്ഞി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും. അതായത് ഇതിനകത്ത് വലിയ ലക്ഷറിയൊന്നുമില്ല. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്നും ചേർക്കില്ല. കുറച്ച് പഴം മാത്രം അരിഞ്ഞ് ചേർക്കും. നാട്ടിലാണെങ്കിൽ നമ്മുടെ ചെറിയ ഞാലിപ്പൂവനൊക്കെ ചേർക്കും. ഇവിടെ അത് കിട്ടാതെ കാരണം ഞാൻ റോബസ്റ്റയാണ് ചേർത്തത്. പിന്നെ കാമന് പൂരക്കഞ്ഞി വിളമ്പുന്നത് പ്ലാവില, മാവില, വാഴയില, ഇതിൽ 3 പ്രാവശ്യം. അപ്പം ഞാൻ പൂരക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഹനി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ആദ്യം പൂവിടും. പൂവിട്ട് കഴിഞ്ഞിട്ട് പൂവിനും കാമനും വെള്ളം കൊടുത്തിട്ട് പിന്നെ നമ്മളുണ്ടാക്കിയ നിവേദ്യം, അതായത് പൂരക്കഞ്ഞി കാമന് വിളമ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഇത്രയും ദിവസം ഫോളോ ചെയ്ത അതേ രീതിയിൽ തന്നെ പൂവിടും. പൂവിട്ടതിന് ശേഷമാണ് കാമനുള്ള പൂരക്കഞ്ഞി കൊടുക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും പൂവിട്ടിട്ട് മാത്രമാണ് ഈ പൂരക്കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്, അതും കൂടി പറയണമല്ലോ. പിന്നെ നമ്മൾ ഈ പൂവിടുന്ന അത്രയും ദിവസങ്ങളിൽ കംപ്ലീറ്റ് നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് തലേ ദിവസത്തെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അങ്ങനെ വ്രതം എടുത്തിട്ടാണ് പൂവിടുന്നതും. അപ്പോൾ എനിക്ക് അത്രയും പൂക്കളൊന്നും അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ അടുത്ത് കിട്ടിയ റോസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ടെൻഷനും കുടിക്കണം കൈ. കുറച്ചാക്കിയാൽ മതി. ഇനിയും അതുപോലെ 3 ടൈംസ് ഒക്കെ കുറച്ചാക്കിയാൽ മതി. കുറച്ച് ഇനി ഒരു പ്രാവശ്യം കൂടി കുറച്ചെടുക്കുക. ഇനി ഇതിവിടെ വെക്ക്.
കുറച്ചെടുത്ത് കൊടുത്താൽ മതി. ആ ഇനി ചോറ് കൊടുക്കുക ഹനി. ആ ടേബിളിന് മുകളിൽ ട്രെയിലുണ്ട് ചോറ്, എടുത്തിട്ട് വാ. ഒരു സെക്കൻഡ്. ആ മാവിലയിലും വാഴയിലുമാണ് നമ്മൾ ചോറ് കൊടുക്കുക. ചിക്ക് പായസം കൊടുക്കുന്നത്. എത്ര സ്പൂൺ എല്ലാവരും 3 ആ മതി. 1 2 ഇനി ഒരു പ്രാവശ്യം കൂടി. ആയി ഇനി അടുത്തേത്. എണീറ്റോ, ആ പ്ലേറ്റ് എടുത്തോ. ആ എന്നിട്ട് പുറകോട്ട് വെക്കോ. ഇനി പുറകോട്ട് നടന്നോ. ഇനി തമ്പാച്ചി കഴിക്കട്ടെ കേട്ടാ. ആ കടച്ച് തമ്പാച്ചിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഓക്കെ, ബ്രഷ് നോക്കക്ക്. നമുക്ക് തമ്പാച്ചി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞത് എടുക്കാം. അത് തുറക്ക് ഡോർ. ആരാംസെ തുറക്കണേ. ഇനി ഒരു മിനിറ്റ്. ഇനി അതൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ട്രെയിൽ വെക്കണം. ഒരു മിനിറ്റ്, ഞാൻ ട്രേ കൊണ്ടുതരാം. എന്നിട്ട് ടെറസിലേക്ക് നടന്നു. രണ്ട് പിടിക്ക്. ടെറസിലേക്ക് നടക്കേ. അങ്ങനെ മീനമാസത്തിൽ പൂരം ദിവസം കാമദേവൻ പുനർജനിച്ചു എന്നും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഭഗവാനുള്ള നിവേദ്യമൊക്കെ സമർപ്പിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ കഴിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ഡോറൊക്കെ നോക്ക് ചെയ്ത് പെർമിഷൻ ചോദിച്ച് ബാക്കി എടുത്തുകൊണ്ട് വന്നത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് കാമന് ഇലയട ഉണ്ടാക്കി നിവേദിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇലയട ഉണ്ടാക്കുകയാണ്. അപ്പം ഇലയട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ മാവിൽ ഉപ്പൊന്നും ചേർക്കാത്ത മാവിലാണ് അട ഉണ്ടാക്കുന്നത്. പിന്നെ സാധാരണ പോലെ ശർക്കരയും തേങ്ങാപ്പീരയും ചേർത്തിട്ട്. പിന്നെ കാമന് നിവേദിക്കാനുള്ള അട സാധാരണയായിട്ട് പ്ലാവിലയിലാണ് ചെയ്യാറ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പണ്ട് മുതലേ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പം അത് കാരണം ഞാനും അത് തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അട പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പൂരക്കുഞ്ഞി എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ പൂവിടുന്ന കുഞ്ഞിനെ നമ്മൾ പൂരക്കുഞ്ഞി എന്ന് പറയാം. അപ്പോൾ 2 കയ്യിലും നിറയെ വളയൊക്കെ ഇട്ടിട്ട് വേണം പൂവിടാൻ എന്നാണ് പണ്ടൊക്കെ പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂരക്കാലത്ത് കൈ നിറച്ചും വളയിട്ടിട്ടാണ് പെൺകുട്ടികൾ നടക്കുക, പൂവിടുന്ന പെൺകുട്ടികൾ. അപ്പോൾ എനിക്കും ഞാൻ കുറച്ച് വളയൊക്കെ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് അതിനകത്ത് അത്രയും വളയൊന്നും ഇട്ട് നടക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ ഭഗവാനെ നിവേദിക്കാനുള്ള അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി ചടങ്ങുകൾ കാണാം. ഞാനിവിടെ എല്ലാം വാഴയിൽ പ്ലാവിലയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഭഗവാന് കഴിക്കാനുള്ളതും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതും ഒക്കെ എല്ലാം ഉപ്പ് ചേർക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അത് കൺഫ്യൂസ് ആയി പോകും ഏതാണ് ഉപ്പ് ചേർത്തത് ഏതാണ് ഉപ്പ് ചേർക്കാത്തതെന്നൊക്കെ. അങ്ങനെ അതെ അട ഇനി സ്റ്റീം ചെയ്യാൻ വെച്ചാൽ മതി. അങ്ങനെ അടയൊക്കെ റെഡിയായി. ഇപ്പോൾ സന്ധ്യക്കിനി വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടാണ് കാമന് വെള്ളവും കൊടുത്ത് നമ്മൾ നിവേദിക്കുന്നത്. അങ്ങനെ സന്ധ്യയായി. ഇത് ഞാൻ വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട്. ഇനി നമുക്ക് കാമനെ അയക്കാം. തുടങ്ങാം. കൃഷ്ണ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി വാസുദേവ. അക്കണ്ടിന്ന് വെള്ളം എടുത്ത് ഫസ്റ്റ് കാമന് അല്ല അക്കണ്ടി എടുത്ത് നോക്കാം. പൂന് വെള്ളം കൊടുക്കുന്നു. പക്ഷേ കൈ ഇങ്ങനെ പിടിക്ക്. ഇത് തൊട്ടതോട് ഈ പൂവിനെ തൊട്ടതോട് 2 കൈ കൊണ്ട് ഇനി ആ കിണ്ടി എടുത്ത് കാമൻ്റെ അടുത്ത് പോ. എന്നിട്ട് കാമൻ അതേപോലെ രാവിലെ കൊടുത്തോളൂ 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. നീ അപ്പുറം സൈഡിൽ പോ ഹനി.
ഹനി കണ്ണിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോ. ആ യെസ്. ആ ഇനി ഇങ്ങനെ പിടിക്ക്. ഈ ആ ആ ഇങ്ങനെ ഒരു പ്രാവശ്യം. ആ ഇനി പൂവ് അതിനെന്നാ വെച്ചാൽ കണ്ടിക്കാനാ വെച്ചാൽ അഭി അവിടെ നിന്ന് ആ ബാസ്ക്കറ്റ് എടുത്തോ മോളെ. എന്നിട്ട് കൂവ് കൂവണേ. ഞാൻ വെച്ച നമുക്ക് പൂ വരം തുടങ്ങാം. ആ കിണ്ടി കൊടുത്തോ നിങ്ങളെ അഭി. എന്നിട്ട് ഹനി ആദ്യം വരയ്ക്കോ. ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഇതിനകത്തുനിന്ന് അത് അല്ല ഇവിടുന്ന് വരി തുടങ്ങും. ഇനി അഭി വരയ്ക്കും. കിഴക്കോട് വരുന്നിട്ട് തന്നെ നിന്നിട്ട് പറയണേ. ഹനി വൃത്തി ഇടണം. അങ്ങനെ പെറുക്കി പെറുക്കി ഇടണം. ചേച്ചി നല്ല വൃത്തി ഇടുന്നു. അവിടെ വെച്ചോ. ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ ഗമ പറഞ്ഞിട്ട് വരണം കേട്ടോ. ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ ഗമ വരും. ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ കാമ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെയാണ് നമ്മൾ ഈ പൂവാരുന്നത്. പൂവാരി ഒരു ബാസ്ക്കറ്റിലിട്ടിട്ട് പിന്നെ നമ്മളിപ്പോൾ പൂടുമ്പോൾ വെച്ച കിണ്ടിയും വിളക്കും തളികയും അതേപോലെ ഈ പൂക്കൂടയും പിന്നെ കാമന് വേണ്ടി നിവേദിക്കാനുള്ള അടയും കൂടി ഏതെങ്കിലും ഒരു പാലുള്ള മരത്തിൻ്റെ ചോട്ടിലാണ് കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. അതായത് പ്ലാവിൻ്റെയോ പാലയുടെയോ ഒക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെ അത്രയും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ട് ഒരു പാലമരത്തിൻ്റെ ഒരു കഷ്ണം കൊമ്പ് ഒടിച്ച് ടെറസിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഓലമടഞ്ഞതില്ലേ അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ പ്ലാവിൻ്റെ ചുവട്ടിലാണ് കൊണ്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാമന് ഈ പ്ലാവിൻ്റെ ചുവട്ടിലാണ്, അതായത് നമ്മൾ പൂ കൊണ്ടുപോയി മരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച ശേഷം അതിനകത്ത് ആണ് അട വെച്ച് നിവേദിക്കുന്നത്. ഇനി നമ്മൾ ഈ പൂവൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാൻ പോവാണ്. അപ്പോൾ സാധാരണയായിട്ട് പൂവിട്ട കുഞ്ഞ്, അതായത് പൂരോ കുഞ്ഞ് ഇത് നമ്മൾ വാരിയ പൂവൊക്കെ തലയിൽ വെച്ചിട്ട് ഉത്തരിയവും അണിഞ്ഞിട്ടാണ് മരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാൻ പോകണം. പക്ഷേ ഇത് ഇത്തിരി വെയിറ്റ് ഉള്ള കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് അബീനെ കൊണ്ട് എടുക്കാൻ പറഞ്ഞു. അബിക്കാവുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്തോ മോളെ, കുഞ്ഞത് പിടിച്ചോ. ഹനി കിണ്ടി പിടിച്ചോ. കിണ്ടിയും ഇതും ഹനി ആറാമത്തെ എൻ്റെ പുറകെ പറഞ്ഞേ. കത്താണ്ടേ അത് കുഴപ്പമില്ല. ഓക്കെ, ഇനിയൊന്നില്ലേ? അങ്ങനെ ഞങ്ങൾ ടെറസിലെത്തി. ഇനി ഈ പൂവൊക്കെ നമ്മൾ ആ മരത്തിൻ്റെ ചോട്ടിൽ സാങ്കല്പികമായി സമർപ്പിച്ച് നേരത്തെ പോലെ കാമന് 3 പ്രാവശ്യം ഹനി വെള്ളവും കൊടുത്ത് കൂവി. അതിനുശേഷം ഞാൻ പൂവ് അതിൻ്റെ അട പൂവിൻ്റെ ഇടയിൽ ഒളിപ്പിക്കും. എന്നിട്ട് സാധാരണയായിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഭഗവാൻ കഴിച്ചു കഴിഞ്ഞു എന്നുള്ള സങ്കല്പത്തിൽ ഒരാൺകുഞ്ഞിനെ കൊണ്ടാണ് എടുപ്പിക്കാറ്, ഒളിപ്പിച്ച് വെച്ചത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് എടുക്കാൻ ആൺകൊച്ചില്ലാത്ത കാരണം ഞാൻ ഹനി ഓൾറെഡി പൂവിട്ടതാണല്ലോ, അപ്പോൾ ഹനിനെ കൊണ്ടല്ലാണ്ട് അബീനെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് വേറെ ഒരു കുഞ്ഞും കൂടി വരാനുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കഴിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാവരും പൂരം ആഘോഷിച്ചു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ കാമ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ വർഷത്തെ പൂരോത്സവം കൊണ്ടാടി. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നല്ലത് മാത്രം വരുത്തട്ടെ, പരമേശ്വരനും കാമദേവനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ
വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തോന്ന് കൂവിക്കാം. ഇനി നിങ്ങൾ രണ്ടാളും പോയിക്കോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കും. അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് അബി വന്നിട്ട് കണ്ടുപിടിച്ചെടുക്കാം. അല്ല അബിയാണ്. ഓക്കെ, അങ്ങോട്ട് പോയിക്കോ. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതിയേ. പൂടാത്ത കുഞ്ഞ് എടുക്കുന്നുണ്ട്. കുഞ്ഞതിനകത്ത് ഞാൻ 3 എണ്ണം വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞ് കണ്ടുപിടിക്കണേ. ആ ഇനി ഒരെണ്ണം. കുഞ്ഞ് വന്നോ? ഒരെണ്ണം കൂടെ ഉണ്ട്. യെസ്, ഒരെണ്ണം കുഞ്ഞ് കൊടുത്തേ. അതിൻ്റെ പൂവൊക്കെ തട്ടിക്കളഞ്ഞ സൈഡിൽ. ഇതിനെ അങ്ങോട്ട് മാറി നിന്ന് കഴിച്ചോട്ടാ, വിളക്കിൻ്റെ അടുത്ത് നല്ലാണ്ടേ.